പ്രേംലാലേട്ടാ, ഒരു 11 വർഷത്തിനിപ്പുറം, അതായത് BJP സർക്കാർ അധികാരത്തിലേറ്റതിന് ശേഷം ഇന്ത്യയിലെ വളർച്ച വലിയ രീതിയിലാണ്. എല്ലാ മേഖലയിലും ഇന്ത്യ കുതിക്കുകയാണ്. പക്ഷേ ചില മേഖലയിലെ ഇന്ത്യയിലെ കുതിപ്പ് നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഏത് മേഖലയിലാണ്, എന്താണ് അതിൻ്റെ കണക്കുകൾ, ആരാണ് ഈ കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്? അതായത് ലോകബാങ്ക് ലോകത്ത് നടക്കുന്ന എല്ലാത്തരം സാമ്പത്തിക മുന്നേറ്റങ്ങളുടെയും സ്ഥിതിവിവര കണക്കുകളുടെ എല്ലാം വിവരങ്ങൾ ക്രോഡീകരിച്ച് ഒരു ഡാറ്റ പ്രസിദ്ധീകരിക്കും. അത് പ്രകാരം ഇപ്പോൾ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ അതിദരിദ്രരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 5.3% എന്നാണ് കണക്ക്. എണ്ണത്തിൽ പറയുകയാണെങ്കിൽ 7,52,00,000 പേർ. ഇനി നമ്മൾ ഞെട്ടിക്കുന്ന സംഗതി എന്തെന്നാൽ, ഒരു 11 വർഷം മുൻപ് ഈ കണക്ക് 34.47 കോടിയായിരുന്നു. അതായത് 11 വർഷം കൊണ്ട് 26.9 കോടി ജനങ്ങൾ അതിദരിദ്ര അവസ്ഥയിൽ നിന്ന് മുക്തരായി എന്നാണ് ലോകബാങ്ക് പറയുന്നത്. ആരുമല്ല, ലോകബാങ്കാണ് പറയുന്നത്, വേറെ സർക്കാർ ഏജൻസികളോ ഒന്നുമല്ല. ഇനി അതിദാരിദ്ര്യം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ 3 നേരം കൃത്യമായി ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത, അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിറവേറ്റാൻ, അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ സാധിക്കാത്ത നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ള പിന്നോക്ക അവസ്ഥയിലുള്ള ആളുകളെയാണ് ഈ അതിദരിദ്രർ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു കേരളം ഈ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന നിലയിൽ വലിയ ആഘോഷം പോലും നടത്തിയിട്ടുണ്ട് കേരളത്തിൽ. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് രാജ്യം എത്തുന്നു എന്നാണ് ലോകബാങ്കിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് 11 വർഷം കൊണ്ട് 26.9 കോടി ജനങ്ങൾ, വെറും 11 വർഷം കൊണ്ട് മാത്രം. അപ്പോൾ അതൊരു ചെറിയ നേട്ടമല്ല. ഇനി ലോകബാങ്ക് തന്നെ പുറത്തുവിട്ട മറ്റൊരു കണക്ക് കൂടിയുണ്ട്. അത് മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി എന്നാണ്. അതായത് ബഹുമുഖ ദാരിദ്ര്യം. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക സമൂഹത്തെ മാത്രം എടുത്ത് പഠിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ആദിവാസി വിഭാഗം, അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക സമൂഹത്തെ മാത്രം എടുത്ത് പഠിക്കുമ്പോൾ അതിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. 2005-2006 കാലയളവിൽ 53.8 ആയിരുന്നു അവരുടെ അതിദാരിദ്ര്യ നിരക്കെങ്കിൽ അത് ഇപ്പോൾ 2022-23 കാലയളവിൽ 15.5% കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് നീണ്ട കാലയളവാണെങ്കിൽ കൂടിയും അതിൻ്റെ 1/3 പോലും ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഈ 11 വർഷക്കാലം ഇന്ത്യയിൽ ഒരു അധികാരമാറ്റത്തിൻ്റെ കാലം കൂടിയായിരുന്നു. നരേന്ദ്രമോദി സർക്കാരിൻ്റെ തുടർച്ചയായിട്ടുള്ള 2 കാലഘട്ടമാണ് ഈ 11 വർഷക്കാലം. അതുകൊണ്ടാണ് ഇത് ശ്രദ്ധേയമാകുന്നത്. കാരണം ഒരു ഭരണമാറ്റം അത് ഈ തലത്തിൽ പ്രതിഫലിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ വസ്തുത. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു വലിയൊരു മുന്നേറ്റത്തിലേക്ക് രാജ്യം പോയി എന്നുള്ളതിൻ്റെ ഏറ്റവും ലളിതമായ ഉത്തരം ഈ ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ, അതായത് ആരാണോ യഥാർത്ഥ അവകാശി അവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ കിട്ടണം എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി ആവിഷ്കരിച്ച ചില നീക്കങ്ങളും പദ്ധതികളുമാണ്. അതായത് ആർക്കാണോ ആനുകൂല്യം കിട്ടേണ്ടത് അവർക്ക് ബാങ്ക് അക്കൗണ്ട് വഴി നേരിട്ട് ആനുകൂല്യം അവർക്ക് നേരിട്ടെത്തുന്നു എന്ന് ഉറപ്പുവരുത്തി. അത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവശത അനുഭവിക്കുന്നവരായിരിക്കുമല്ലോ ഈ താഴെക്കിടയിലുള്ളവർ. അപ്പോൾ അവർക്ക് നേരിട്ട് സർക്കാരിൻ്റെ സഹായം കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുക, അതൊരു ബാങ്ക് അക്കൗണ്ട് വഴി ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട. മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. ഈ യഥാർത്ഥ അവകാശികളുടെ പേരിൽ ചിലപ്പോൾ അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ഈ ആനുകൂല്യം തട്ടിയെടുക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ ഈ മരണപ്പെട്ടു പോയവർ പോലും ഈ ആനുകൂല്യം അവരുടെ മറ്റാരുടെയെങ്കിലും പേരിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും, പക്ഷേ ആനുകൂല്യം ഇങ്ങനെ കാലങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഈ ഒരു പദ്ധതിയിലൂടെ ഒഴിവാക്കാൻ പറ്റി. പിന്നെ സർക്കാർ തന്നെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ മുദ്രാ ലോൺ. തൊഴിലില്ലായ്മയാണല്ലോ ദാരിദ്ര്യത്തിൻ്റെ പ്രധാന കാരണം. അപ്പോൾ അത് പരിഹരിക്കാനായിട്ടുള്ള ഈ സ്വയം തൊഴിൽ വായ്പ അതൊരു പ്രധാന ഘടകമാണ്. പിന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനായി നടപ്പിലാക്കിയ ആവാസ് യോജന, ഉജ്ജ്വൽ യോജന, ആയുഷ്മാൻ ഭാരത്, അങ്ങനെ വിവിധങ്ങളായ പദ്ധതികളുണ്ട്. അപ്പോൾ ഇതെല്ലാം അടിസ്ഥാന തലത്തിൽ സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ടിലുള്ളവർക്ക് കൃത്യമായത് എത്തിച്ചു, അല്ലെങ്കിൽ അവർക്കതിൻ്റെ പ്രയോജനം കിട്ടി എന്നുള്ളതാണ് ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ഈ കണക്കുകൾ കൂടി വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യമാവുന്നത്. അതായത് ഈ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് ഇന്ത്യയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ഒരു തകർച്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്.
കൃത്യമായുള്ള ഭരണത്തിലെ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് പിന്നോക്കാവസ്ഥയേക്കാൾ കൂടുതൽ കോൺഗ്രസ് ഭരണത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചത് അഴിമതിയാണ്. അതെ, കാരണം വലിയ വലിയ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കും, അതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് അതിൻ്റെ ആനുകൂല്യം കിട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ഈ വമ്പൻ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചതിൻ്റെ പിന്നിൽ വലിയ സാമ്പത്തിക തട്ടിപ്പുകളും ആ കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ താരതമ്യേന അത്തരം ആക്ഷേപങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത. ഇപ്പോൾ 2014 ശേഷം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ശൗചാലയമൊക്കെ നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ചീത്തപ്പേര് കേട്ട ഒരു ആളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധി അടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചു. ചായക്കടക്കാരൻ എന്തറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് പലർക്കും അത് വലിയ രീതിയിൽ ഉപകാരപ്പെട്ടു. കാരണം ഈ കേരളം വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ റെയിൽവേ പാളത്തിൻ്റെ സൈഡുകളിലിരിക്കുക, പിന്നെ വീടുകളിൽ പോലും ഒരു ശൗചാലയം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാക്കുക. അപ്പോൾ ആദ്യം സമൂഹം വൃത്തിയാക്കുക എന്നതിൽ നിന്ന് തുടങ്ങിയാണ് ഓരോ താഴെത്തട്ടിലിരിക്കുന്ന ജനങ്ങളുടെ ഓരോ വികസനത്തിന്. ഇപ്പോൾ കിസാൻ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ടൊരു പദ്ധതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ കൃത്യമായ ഇതെനിക്കറിയില്ല. ഈ 2000 രൂപ വെച്ച് ആളുകളുടെ അക്കൗണ്ടിൽ എത്തുന്ന ഒരു പദ്ധതിയുണ്ട്. സ്വന്തമായി ഭൂമി ഉള്ള കർഷകർക്ക് ആ ഭൂമിയുടെ രേഖ നമ്മുടെ കൃഷിഭവനുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു നിശ്ചിത തുക മാസം 2000 അങ്ങനെയാണെന്ന് തോന്നുന്നു, അത് അങ്ങനെ കിട്ടുന്നുണ്ട്. അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ ഒരുപാട് ആനുകൂല്യങ്ങൾ. ഇപ്പോൾ സ്വയം സംരംഭകർക്കാണ് ഈ മുദ്രാ ലോണ്. ഇത് സബ്സിഡിയോടുകൂടി കൊടുക്കുന്ന ലോണാണ്. ഇത് വെച്ചിട്ട് ഒരുപാട് പേർക്ക് ഈ സംരംഭങ്ങൾ തുടങ്ങി കുറേ ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു. അങ്ങനെ പല പദ്ധതികളും ഇപ്പോൾ പെൺകുട്ടികൾക്കാണ്, ഒറ്റ കുട്ടിക്കാണെങ്കിൽ ഈ മുദ്രാ ലോണിനൊരു ഇത് കൂടിയുണ്ട്. മുദ്രാ ലോൺ പ്രകാരം വായ്പ കൊടുത്ത് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കുകൾ ആ വായ്പ കൊടുക്കാൻ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതെ, അല്ലാത്ത ലോണ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എങ്ങാണ്ട് പരാതി കൊടുക്കാം. അങ്ങനെയൊക്കെ ഏതെങ്കിലും ലോൺ കിട്ടിയില്ല എന്ന് നമുക്ക് ഏതെങ്കിലും സഹകരണ ബാങ്കിൽ ചെന്ന്, ഏതെങ്കിലും SBIയുടെ ബാങ്കിൽ, വേറെ ഏതെങ്കിലും ഒരു ബാങ്കിൽ ചെന്ന്, ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ചെന്ന് നമുക്ക് പരാതി പറയാൻ പറ്റുമോ? ഇല്ല. 100 പേപ്പറുകൾ വേണം. ഇത് ലോണ് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. തിരിച്ചടയ്ക്കുന്ന സബ്സിഡിയും കുറവാണ്. ഇപ്പോൾ വീടില്ലാത്തവർക്ക് 20 ലക്ഷം രൂപയുടെ വരെ പിന്നെ പദ്ധതി, വീട് വെച്ച് കൊടുക്കുന്ന 20 ലക്ഷം രൂപയുടെ വരെ പദ്ധതി സർക്കാർ പുതിയതായി കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു വലിയ നേട്ടത്തിലേക്കാണ് BJP സർക്കാർ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. പോരായ്മകൾ എല്ലായിടത്തും ഉണ്ടാകാം. ഈ എല്ലാ സർക്കാരുകൾക്കിടയിലും കുറേ പോരായ്മകൾ ഉണ്ടാകാം. അതൊക്കെ തിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു സർക്കാർ മികച്ചതാകുന്നത്. പക്ഷേ കോൺഗ്രസ് ഭരിച്ചതിനേക്കാളും എന്തുകൊണ്ടും മെച്ചം BJP വന്നാൽ തന്നെ എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഈ 3 വർഷം കൊണ്ട് BJP തന്നെ കേന്ദ്രം ഭരിക്കുന്നതും ഒരുപാട് പദ്ധതികൾ തയ്യാറാക്കുന്നു. ഇപ്പോൾ ആയുധ നിർമ്മാണത്തിലും അല്ലെങ്കിൽ ആയുധങ്ങൾ കച്ചവടം ചെയ്യുന്നതിലും ഒക്കെ നമ്മൾ വലിയ രീതിയിൽ കുതിക്കുകയാണ്. 4ാം ശക്തിയായി സാമ്പത്തിക ശക്തി, അതും 4ാമതായി നമ്മൾ ജപ്പാനെ വരെ കടത്തി വെട്ടിക്കൊണ്ട് നമ്മൾ കുതിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അപ്പോൾ ഇന്ത്യ മാറുകയാണ്. അതിദാരിദ്ര്യരുടെ എണ്ണവും കുറയുകയാണ് എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു എന്താ പറയുക, വലിയ നേട്ടം തന്നെയാണ്. ഈ ബോംബെയിലേക്ക് ചേരികൾ എപ്പോഴെങ്കിലും ഒഴിപ്പിച്ച് അവിടെ വലിയ സമുച്ചയങ്ങൾ കെട്ടി ജനങ്ങളെ പാർപ്പിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചോ, അത് കാണിച്ചു തന്ന ഒരാളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ രീതിയിലുള്ള മാറ്റങ്ങൾ നടത്താൻ കഴിയില്ലെങ്കിലും അഴിമതിയില്ലാതെ കുറേയൊക്കെ ജനങ്ങൾക്ക് വേണ്ടി മാറ്റാൻ കഴിയുമെന്ന് പഠിപ്പിച്ചു തന്ന ഒരു സർക്കാരാണ് BJP സർക്കാർ. എന്തായാലും അത് ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ്, ഇന്ത്യയുടെ ഓരോ ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ്.